നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വ്യാജ ചാരായം നിർമ്മിക്കുന്നതിനുള്ള വാഷ് എക്സൈസ് പിടികൂടി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് മന്നാർത്താഴം കായലോരത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 100 ലിറ്റർ വാഷ് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസാധ്യാപകന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അഴീക്കോട് പഴുപ്പറമ്പിൽ നാസിമുദ്ദീനെയാണ് ശിക്ഷിച്ചത്. അഴീക്കോട് IMUP സ്കൂളിൽ ജില്ലാ ഉപജില്ലാ കായികമേളയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും 5ാം ക്ലാസ്സിൽ IMUP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കവയിത്രിയെയും അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വ്യാജ ചാരായം നിർമ്മിക്കുന്നതിനുള്ള വാഷ് എക്സൈസ് പിടികൂടി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് മന്നാർത്താഴം കായലോരം ദേശത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 100 ലിറ്റർ വാഷ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ് AV, PR സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KM സിജാദ്, കൃഷ്ണ വിനായക്, എക്സൈസ് ഡ്രൈവർ K വിൽസൺ എന്നിവർ ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസാധ്യാപകന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അഴീക്കോട് മേനോൻ ബസാർ പഴുപ്പറമ്പിൽ 31 വയസ്സുള്ള നാസിമുദ്ദീനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് V വിനീത വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത്. പിഴ ഒടുക്കുന്ന മുറയ്ക്ക് തുക അതിജീവിതയ്ക്ക് നൽകുവാനും പിഴ ഒടുക്കാതെ വന്നാൽ 7 വർഷം കൂടുതൽ കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കോവിഡ് കാലഘട്ടത്തിൽ പ്രതി താമസിക്കുന്നിടത്തേക്ക് ഭക്ഷണവുമായി എത്തിയ സമയത്താണ് പ്രതി തുടർച്ചയായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. കുട്ടി സംഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ER ബൈജു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS സുലാൽ ഹാജരായി. ലേസൺ ഓഫീസർ ASI TK ഷീജ പ്രോസിക്യൂഷൻ നടപടികൾ ഏകീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ മോഷ്ടിച്ച ബൈക്കുമായി യുവാവ് പിടിയിലായി. എൽത്തുരുത്ത് സ്വദേശി പ്രവീണിനെയാണ് SHO BK അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്ക് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. എറിയാട് U ബസാറിൽ വാഹനാപകടമുണ്ടാക്കുകയും പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് കടക്കുകയും ചെയ്ത ഇയാളെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പിടികൂടിയത്. അഴീക്കോട് IMUP സ്കൂളിൽ ജില്ലാ ഉപജില്ലാ പ്രവൃത്തി പരിചയമേള, ശാസ്ത്ര ഗണിതശാസ്ത്ര കലാ കായികമേളയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും 5ാം ക്ലാസ്സിൽ IMUP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കവയിത്രി CA അക്ഷരയെയും അനുമോദിച്ചു. ET ടൈസൺ MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ കലോത്സവത്തിൽ എവറോളിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം, ഉറുദു ടോട്ടൽ പോയിന്റിൽ 1ാം സ്ഥാനം, UP സംസ്കൃതോത്സവത്തിൽ 3ാം സ്ഥാനം, അറബി കലോത്സവത്തിൽ LP വിഭാഗം 3ാം സ്ഥാനം, UP അറബി കലോത്സവം 4ാം സ്ഥാനം, മികച്ച നടൻ, ഇംഗ്ലീഷ് സ്കിറ്റ് 1ാം സ്ഥാനം തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഈ വർഷം IMUP സ്കൂൾ കരസ്ഥമാക്കിയത്. സ്കൂൾ മാനേജർ AM സെയ്ദ് മുഹമ്മദ് കുട്ടികളെ അനുമോദിച്ചു. മാതൃസംഘം പ്രസിഡന്റ് ഷിഫ്ന ആഷിഖ്, PTA വൈസ് പ്രസിഡന്റ് സറീന സഗീർ, മുൻ PTA പ്രസിഡന്റ് PH റഹീം, PTA കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് കാവുങ്ങൽ, ദിവ്യ, നസീറ അസ്കർ, സഫ്ന റഹീം എന്നിവർ സംസാരിച്ചു. റോഡിന് സമീപം മുറിച്ചിട്ടിരുന്ന മരങ്ങൾ കത്തി നശിപ്പിച്ചതായി ആരോപണം. മാള പള്ളിപ്പുറം പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപം വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ഇവിടെ PWD മരങ്ങൾ മുറിച്ചിട്ടിരുന്നു. ഇവയാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. മാള അഗ്നിശമന സേന എത്തി തീയണച്ചു. കൊടകര കുന്നത്തൃക്കോവിലിലെ ഷഷ്ടി ആഘോഷത്തിനോടനുബന്ധിച്ച് ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രം മൈതാനിയിൽ ഒരുക്കുന്ന ബഹുനില പന്തലിലെ കാൽനാട്ട് കർമ്മം നടത്തി. ക്ഷേത്രം ശാന്തി ജയസൂര്യ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി IK കൃഷ്ണകുമാർ, ബഹുനില പന്തൽ കമ്മിറ്റി ചെയർമാൻ PR പ്രസാദൻ, പഞ്ചായത്ത് അംഗം TV പ്രജിത്ത്, NV ബിജു, ദിനേശ് പരമേശ്വരൻ, പബ്ലിസിറ്റി കൺവീനർ പ്രഭൻ മുണ്ടക്കൽ, പബ്ലിസിറ്റി ചെയർമാൻ രാജൻ ബാബു, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ, സെക്രട്ടറി E രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ഡിസംബർ 23 മുതൽ 31 വരെ കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, രക്ഷാധികാരികളായ KV മോഹനൻ, PA രാമദാസ്, PD ഹരൻ നെടിയിരുപ്പിൽ, AG സുഭാഷ്, പ്രില്ല സുധി, NK വാമനൻ, സുപ്രിയ ഷിബു, ശ്രീറാണി ചിദംബരൻ, PS നിമോദ്, റീന രാജു, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, KV രാജൻ, ഷിബു നെടിയിരുപ്പിൽ, NV ദേവൻ, PR രാജീവ്, NR സിദ്ധൻ, PB ഹിരലാൽ, ശാന്ത ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുകയാണ്. 5-ാം ദിവസം പൂതനാമോക്ഷം, ബാലലീല, ബ്രഹ്മസ്തുതി, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, രുക്മിണി സ്വയംവരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. തുടർന്ന് വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കുളത്തൂർ പുരുഷോത്തമൻ യജ്ഞാചാര്യനായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 1 ഞായറാഴ്ച ആറാട്ടോടെ സമാപിക്കും. ഏവം ഭഗവതാ തന്നീരാമേണ പ്രതിബോധിതാ വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദതേ പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദിഗ്ഭിർകലബലപ്രഭാ സ്മരൻ വിരൂപകരണം വിദതാത്മമനോരഥ ചക്രേ ഭോജകടം നാമാനിവാസായ മകൽപുരം അർഹത്വാ ദുർമതിം കൃഷ്ണാമ പ്രത്യൂഹ്യായ വീയസീം കുണ്ടിനം ന പ്രവിക്ഷ്യാമി തുക്വാ തത്രാവസൻരുഷാ ഭഗവാൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വ്യാജ ചാരായം നിർമ്മിക്കുന്നതിനുള്ള വാഷ് എക്സൈസ് പിടികൂടി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് മന്നാർത്താഴം കായലോരത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 100 ലിറ്റർ വാഷ് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസാധ്യാപകന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അഴീക്കോട് പഴുപ്പറമ്പിൽ നാസിമുദ്ദീനെയാണ് ശിക്ഷിച്ചത്. അഴീക്കോട് IMUP സ്കൂളിൽ ജില്ലാ ഉപജില്ലാ കായികമേളയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും 5-ാം ക്ലാസ്സിൽ IMUP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കവയിത്രിയെയും അനുമോദിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.